പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇവിടെ ദൈവമക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി അതിശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ദിവസങ്ങളൊക്കെ ഒത്തിരിയേറെ വേദനകള്, നൊമ്പരങ്ങള്, സങ്കടങ്ങള്, തകർച്ചകള്, യാതൊരു പ്രത്യാശയുമില്ലാത്ത രീതിയിൽ വഴിവിട്ടു പോയ ജീവിതങ്ങള്, രോഗാവസ്ഥയില്, ഡിപ്രഷനില്, ഉത്കണ്ഠയില്, വലിയ സ്ട്രെസ്സായിട്ട് ടെൻഷനായിട്ട് കഴിയുന്ന മക്കൾ. ഇവിടെ വരെ ഇതൊക്കെ കേട്ട് 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 ഒക്കെ പാടെ ഭയങ്കര സങ്കടം വരും. ഇവിടെ വരെ ഒരാൾ ശ്രദ്ധിക്കുക, ജീവിതത്തില് പ്രശ്നങ്ങള് എപ്പോഴും വരും. ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, ശാന്തശീലർ ഭാഗ്യവാന്മാർ, ഭൂമി അവർ അവകാശമാക്കും. ശാന്തത നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹമാണ്, ജീവിതമാണ് നമ്മുടെ ഒക്കെ തന്നെ, നമ്മുടെ ഒക്കെ ശാന്തതയില്ല. ഞാൻ ഇന്നലെയൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുന്ന ഒരു വലിയ കാര്യമാണ്, എല്ലായിടത്തും ശാന്തത നഷ്ടപ്പെട്ടു പോയി. പെട്ടെന്ന് ആകുലത, ടെൻഷൻ, വെപ്രാളം, ആക്രാന്തം, എല്ലാവരും ഇങ്ങനെ ഓടി നടക്കും. എന്തിനോ വേണ്ടി ഓടി നടക്കും. അതിന് പിന്നെ ജോലിക്ക് വേണ്ടി പോണു, പഠിക്കാൻ പോണു, ലോൺ എടുക്കുന്നു, വിദേശത്ത് പോണു, കൂട്ടുകൂടുന്നു, കറങ്ങാൻ പോണു, ഫുഡ് അടിക്കാൻ പോണു. ശാന്തത കിട്ടാൻ വേണ്ടി, സമാധാനം കിട്ടാൻ വേണ്ടി ആകപ്പാടെ ഓടി നടക്കുന്ന മക്കളും നമ്മളും ഒക്കെ ഒരു പരിധിവരെ അങ്ങനെയാണ്. ശാന്തതയില്ല. എന്നാ പ്രിയപ്പെട്ട ദൈവ മക്കളെ, നമ്മൾ ശാന്തത ശീലമാക്കണം. അതിന്റെ അടിസ്ഥാനം എന്താണ്? സങ്കീർത്തനം 46:10 ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്, ശാന്തമാകുക, ഞാൻ നിന്റെ ദൈവമാണെന്ന് അറിയുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവം പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പോടെ നമ്മൾ ജീവിതത്തെ ഉറപ്പിക്കണം. ഇന്ന് നമ്മുടെ മക്കൾക്കും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഈ വലിയൊരു ശാന്തതക്കുറവ്, ഞാൻ പറഞ്ഞാൽ പിശാചിന്റെ വലിയൊരു കെണിയാണ്. ശാന്തത പോയാൽ പിന്നെ എപ്രാളമായി, ഉത്കണ്ഠയായി എത്രയോ മക്കളെ ഡിപ്രഷനിൽ പെട്ടുപോയ, മരുന്ന് കഴിക്കുന്ന മക്കള്. ഈ ദിവസങ്ങൾ കുറെ പേര് വിളിച്ചു, എന്റെ മോൻ, എന്റെ മോള് ഡിപ്രഷന്റെ മരുന്ന് കഴിക്കുക, വയലന്റ് ആകുന്നു, എപ്പോഴും മുറി കിടന്നിരിക്കുന്നു, പഠിക്കണില്ല, ഉറക്കം തന്നെ, ആകപ്പാടെ വെപ്രാളം പിടിച്ചു നടക്കുന്ന മക്കള്. ഇവിടെയാണ് നമ്മുടെ ദൈവം പറയുന്നത്, ശാന്തമാകുക, ഞാൻ നിന്റെ ദൈവമാണെന്ന് അറിയുക. നമ്മുടെ ദൈവം സർവശക്തനാണ്, നമ്മുടെ ദൈവം സർവാധിപനാണ്. ആ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഈ ദൈവത്തിൽ നമ്മൾ പ്രത്യാശ വയ്ക്കണം. അതുകൊണ്ടാണ് 131 സങ്കീർത്തനത്തിന്റെ 2ഉം 3ഉം വചനങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് നമ്മൾ വായിക്കണം. സങ്കീർത്തകൻ പറയാണ്, മാതാവിന്റെ മടിയിൽ ശാന്തനായി കിടന്നുറങ്ങുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി. വീണ്ടും പറയാ, ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എന്റെ ആത്മാവ്. എന്നിട്ട് വീണ്ടും പറയാണ്, ഇസ്രായേലെ, ഇന്നും എന്നേക്കും കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. ഒരു കുഞ്ഞ് അമ്മയുടെ മടിയിൽ എങ്ങനെ കിടന്നുറങ്ങുന്ന ആ ശിശുവിനെ എന്ന പോലെ ഞാന് കർത്താവിന്റെ മടിയിൽ ശാന്തമായിട്ട് ഞാൻ കിടന്നുറങ്ങും. ഇതെങ്ങനെ? ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുമ്പോ അതിന് കാറ്റ് വീശിയാലും, ഏതെല്ലാം പട്ടി കുരച്ചാലും, ഏതെല്ലാം സിംഹം വന്നാലും അമ്മയ്ക്ക് എന്നെ സംരക്ഷിക്കാൻ പറ്റണമെന്ന് അമ്മയ്ക്കില്ല. ആ ഒരു വിശ്വാസമുള്ള കുഞ്ഞ് ആ കലുഷിതമായ അവസ്ഥയിലും, ആ പെരുമഴയത്തും, ആ ഇടിവെട്ടിലും അമ്മയുടെ മടിയിൽ ശാന്തമായിട്ട് കിടന്നുറങ്ങും. അമ്മയിൽ വിശ്വസിക്കുന്ന കുഞ്ഞ്. നല്ലൊരു അമ്മയെക്കാളും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ദൈവം ആണെന്ന് പറയാം. ഇസ്രായേലെ, ഇന്നും എന്നേക്കും കർത്താവിൽ പ്രത്യാശ വയ്ക്കുക, കർത്താവിൽ പ്രത്യാശ വയ്ക്കണം. വീണ്ടും സങ്കീർത്തനത്തില് 3-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനം പറയുന്നത്, ഞാൻ ശാന്തമായി കിടന്നുറങ്ങും, ഞാൻ എഴുന്നേൽക്കും, ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ്. ഉണ്ടോ? കർത്താവിന്റെ കരങ്ങളിൽ, കർത്താവിന്റെ മടിയില്, കർത്താവിൽ പ്രത്യാശ വച്ച് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് ജീവിക്കുന്ന ഒരു മകന്റെ ഏറ്റവും വലിയ മുഖമുദ്രയാണ് ശാന്തത. എന്തു വന്നാലും അവൻ കുലുങ്ങില്ല, ഭയപ്പെടില്ല. അതല്ല ദാവീദ് പറഞ്ഞ 23-ാം സങ്കീർത്തനത്തില്,
കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടില്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവ് പറയുന്ന ഈ കാര്യത്തിൽ വിശ്വസിക്കുക, ആ കർത്താവിൽ പ്രത്യാശ വയ്ക്കുക, എന്തുമേതും കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. പിന്നെ എനിക്കൊരു കാര്യം വിളിക്കുന്ന അനേകം മക്കളോട് പറയാനുള്ളൊരു വലിയ കാര്യം, മക്കളെ, പ്രശ്നം പൊടിഞ്ഞിട്ട് ജീവിതം ഉണ്ടാവില്ല. പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രശ്നം വരും. ആ പ്രശ്നത്തെ സ്വീകരിച്ചുകൊണ്ട്, ആ പ്രശ്നത്തെ കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിനെ സമർപ്പിച്ച്, കർത്താവിൽ പ്രത്യാശ വച്ച് അത് ഏറ്റെടുക്കുക, സ്വീകരിക്കുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ആകെപ്പാടൊരു ആശ്വാസം തരുള്ളൂ. അതുകൊണ്ട് ഈശോ പറഞ്ഞ, നീ നിന്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം. ഇന്ന് കുരിശ് മാറ്റാനുള്ള ശ്രമം. മക്കളെ, ഈ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോ, ഞങ്ങള് ജോലിയിലേക്ക് ഇറങ്ങുമ്പോ, പഠനത്തിലേക്ക് ഇറങ്ങുമ്പോ, എന്തിനും ഏതിനും ഇറങ്ങിത്തിരിക്കുമ്പോ തടസ്സങ്ങൾ നേരെയാണ്. പ്രത്യേകിച്ചും ഇന്ന് ദൈവവിശ്വാസത്തിലും പ്രാർത്ഥനയിലും ജീവിക്കുന്ന മക്കൾക്ക് ഈ ലോകത്തിന്റെ അധികാരി, ഞാൻ കഴിഞ്ഞ ശനിയാഴ്ചയൊക്കെ, രണ്ടാം ശനിയാഴ്ച ഈ ലോകത്തിന്റെ അധികാരിയെ കുറിച്ച് പറയുന്നു. ഇത്രയും ശക്തമായിട്ട് പറഞ്ഞു. ലോകത്തിന്റെ അധികാരി, അവൻ തടസ്സപ്പെടുത്തും. അവന്റെ ആധിപത്യം, അവന്റെ അധികാരം അവൻ പല രീതിയിലും നമ്മുടെ മേൽ പ്രകടമാക്കും. അവൻ തടസ്സപ്പെടുത്തും, ചില കെട്ടുകളിൽ പെടുത്തും, തോൽവികൾ തരും. പക്ഷെ അവിടെയൊക്കെ നമ്മുടെ ദൈവത്തെ കൂടെ നിർത്തി, എന്റെ ദൈവം സർവാധിപനാണ്, ഈ ലോകത്തിന്റെ അധികാരിക്ക് എന്റെ മേൽ അധികാരമില്ലെന്ന് പറഞ്ഞ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയില്, പരമാധികാരത്തില് ഈ ലോകത്തിന്റെ അധികാരിയെ, ഈ ലോകത്തിന്റെ ദേവനെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികളെ ബന്ധിച്ച്, ബഹിഷ്കരിച്ച്, നിർവീര്യമാക്കി നമുക്ക് വിജയം വരിക്കാൻ സാധിക്കണം. അതിനാര് വേണം? കർത്താവ് നമ്മുടെ കൂടെ വേണം. കർത്താവിൽ പ്രത്യാശ വയ്ക്കണം, കർത്താവിനെ ആശ്രയിക്കണം, കർത്താവിനെ വിളിച്ച് ഇടപെടുത്തിക്കണം. എന്തു വന്നാലും എൻ്റെ കർത്താവേ, എനിക്ക് അങ്ങല്ലാതെ വേറെ ആരുമില്ല, ഞാൻ അങ്ങിൽ പ്രത്യാശ വയ്ക്കുന്നു. അമ്മയുടെ മടിയിൽ കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ അങ്ങയുടെ മടിയിൽ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാനിത് അഭയം തേടുന്നു. ഞാൻ ദശാന്തമായിരിക്കുന്നു, കർത്താവിനെ അനുഗ്രഹിക്കണം. അങ്ങനെ കർത്താവിൽ പ്രത്യാശ വച്ച്, കർത്താവ് പറഞ്ഞില്ലേ, വിശ്വസിക്കുക, ദൈവ മഹത്വം ദർശിക്കും. നമുക്ക് വിശ്വസിക്കാൻ വേറെ ആരുമില്ല, നമുക്ക് പ്രത്യാശ വയ്ക്കാൻ വേറെ ആരുമില്ല. ഭർത്താവിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല, ഭാര്യയിൽ പ്രത്യാശ വച്ചിട്ട് കാര്യമില്ല, മക്കളിൽ പ്രത്യാശ വച്ചിട്ട് കാര്യമില്ല, ജോലിയിലോ സമ്പത്തിലോ കൂട്ടുകാരിലോ ഭക്ഷണത്തിലോ ലഹരിയിലോ ഒന്നിലും ഏതിലും പ്രത്യാശ വച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് രക്ഷപ്പെടാൻ ഒറ്റ പ്രത്യാശയുള്ളൂ, ഇത് കർത്താവാണ്. ആ കർത്താവിൽ പ്രത്യാശ വയ്ക്കുക, കർത്താവിനെ സമർപ്പിക്കുക, ആ കർത്താവിനെ വിളിച്ച് ഇടപെടുത്തിക്കുക. ശാന്തമായിട്ട് വിശ്വാസത്തോടു കൂടിയായിരിക്കുക. ഇതിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. നമ്മുടെ മക്കൾക്ക് ഒരു കൃപ ലഭിക്കണം. ഒത്തിരിയേറെ മക്കൾ സങ്കട, ചെറുപ്പാഴ്ച തന്നെ എല്ലാം നഷ്ടപ്പെട്ടെന്ന പോലെ നിരാശയില്, ആകുലതയില്, ഉത്കണ്ഠയില്, വെപ്രാളത്തില്, അതും ചെയ്തു ഇത് ചെയ്തു, തോറ്റ്, അങ്ങനെ പല രീതിയിൽപ്പെട്ട് അവസാനം ഡിപ്രഷനിലും മരിക്കാൻ വരെ തീരുമാനിച്ച്, അത് മരിച്ചാ മതി, മരിച്ചാ മതി, മരിച്ചാ മതി, പ്രത്യാശ നഷ്ടപ്പെട്ട് ശാന്തതയില്ലാതായി പോയ അനേക മക്കളെ കാണുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി വിശ്വാസത്തോടെ നമുക്ക് കരമുയർത്തി പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശാന്തത നഷ്ടപ്പെട്ടു പോയ അവസ്ഥ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ അവസ്ഥ, നിരാശയിൽ പെട്ടുപോയ മക്കള്, അതുമായിട്ട് ബന്ധപ്പെട്ട് അനേക മക്കളിന്ന് ഡിപ്രഷൻ വരുന്ന ദൂരം പേരെന്നറിയോ, അതുമാത്രം പേര്. ഈ ദിവസങ്ങള് ഒത്തിരി പേര്, ദിവസങ്ങള് ഈ മക്കളുടെ പ്രാർത്ഥന തുടങ്ങി അനേക പേര് അമേരിക്കക്ക് പോയി പഠിക്കാൻ പോയി, തോറ്റു, തിരിച്ചു വന്നു, ഡിപ്രഷൻ മരുന്ന്, കാനഡയ്ക്ക് പോയി, അവിടെ തോറ്റു, ആഗ്രഹിക്കുന്ന പോലെ കാര്യം നടക്കുന്നില്ല. എല്ലാം തടസ്സങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാകും. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രതികൂലങ്ങളുണ്ടാവും. അവിടെ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. പ്രത്യാശ, തോറ്റാലും വീണാലും ഞാൻ എഴുന്നേൽക്കും. മിക്ക പ്രവാചക പുസ്തകം വായിക്കുന്നത്, വീണാലും ഞാൻ എഴുന്നേൽക്കും, എന്റെ കർത്താവ് എന്നെ താങ്ങും. ഈ പ്രത്യാശ എപ്പോഴും വേണം. അത് നമ്മോട് പറഞ്ഞിട്ട് എല്ലാം ശരിയാവും. കർത്താവിനെ സഹായിക്കും, കർത്താവിൻ്റെ കൂടെയുണ്ട്, എൻ്റെ കർത്താവിനാൽ ഞാൻ ജയിക്കും, എൻ്റെ കർത്താവിൻ്റെ സഹായത്താൽ ഞാൻ കോട്ടകൾ ചാടിക്കിടക്കും. ഇതൊക്കെ നമ്മൾ നമ്മോട് പറഞ്ഞ് ഒരു പ്രത്യാശ നമുക്ക് നൽകി കർത്താവിൻ്റെ ആ സാന്നിധ്യം, ആ വിശ്വാസം, ആ പ്രത്യാശ ഏറ്റുപറഞ്ഞ് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. മക്കളെ,
കർത്താവെ, അങ്ങയിലുള്ള പ്രത്യാശ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും ലഭിക്കത്തക്ക വിധം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അങ്ങയിൽ വിശ്വസിക്കാനും അങ്ങയിൽ പ്രത്യാശ വയ്ക്കാനും അങ്ങയിൽ ശാന്തത കണ്ടെത്താനും ഞങ്ങളുടെ മക്കൾക്കിടയാകണം, ഞങ്ങൾക്കും ഇടയാകണം. ശാന്തത നഷ്ടപ്പെടുത്തുന്ന പൈശാചിക ബന്ധനം എന്ന് വളരെ വലുതാണ്. ശാന്തത നഷ്ടപ്പെട്ടു പോയാൽ, നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ മക്കളെ എന്തിനും ഏതിനും പിശാചിന് കിട്ടും. ഇന്ന് പിശാച് ചെയ്യുന്ന വലിയൊരു പ്രവൃത്തിയാണ് പ്രത്യാശ നഷ്ടപ്പെടുത്തി, ശാന്തത കെടുത്തി നമ്മുടെ മക്കളെ അവന്റെ വലയിൽ കുരുക്കി നാശത്തിലേക്കും അവസാനം രോഗത്തിലേക്കും തകർച്ചയിലേക്കും ആത്യന്തികമായ അവസാനം ആത്മഹത്യയിലേക്കും ജീവിതം അവസാനിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കും ഒക്കെ എത്തിക്കുന്നു. പ്രാർത്ഥിക്കാം മക്കളെ. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് വലിയ ദാഹത്തോടെ നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ ബലിയർപ്പണങ്ങളൊക്കെ ഈ ഒരു നിയോഗത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യാശ നഷ്ടപ്പെടുത്തി, ശാന്തത നഷ്ടപ്പെടുത്തി നമ്മുടെ മക്കളെയും നമ്മളെയും നശിപ്പിക്കുന്ന പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കർത്താവിൽ ശരണപ്പെട്ട് ശാന്തമാകുക. ഞാൻ നിന്റെ ദൈവമാണെന്ന് അറിയുക. ആ കർത്താവിൻ്റെ അടുത്ത് ശാന്തമായിട്ടിരിക്കാം. ആ കർത്താവിൻ്റെ മടിയിൽ ശാന്തമായിട്ട് നമുക്ക് ഉറങ്ങാം. ആ കർത്താവിൻ്റെ സന്നിധിയിൽ ശാന്തമായിട്ട് നമുക്കെല്ലാം പരമേൽപ്പിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കുന്നത് ഞങ്ങൾ അനാഥരായിട്ട് പോകാതിരിക്കാനും ഞങ്ങൾ നിരാശപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ട് ശാന്തത കൈവിട്ട് ജീവിക്കാതിരിക്കാനുമാണല്ലോ ഈശോയെ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ സന്നദ്ധനാണ്. ഞങ്ങൾ തോൽക്കാതിരിക്കാൻ, ഞങ്ങൾ ജയിക്കാൻ, ഞങ്ങൾ രക്ഷപ്രാപിക്കാൻ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ നൽകിക്കൊണ്ട് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്. ഈശോയെ, അങ്ങയിൽ പ്രത്യാശ വയ്ക്കാനുള്ള കൃപയും ഭാഗ്യവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയിൽ വിശ്വസിച്ച് അങ്ങയുടെ മക്കൾ അങ്ങയുടെ അരികിലേക്ക് വരുമ്പോ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ മക്കളുടെ കാര്യത്തില് ഇടപെടണമേ. പലപ്പോഴും കർത്താവെ, പ്രാർത്ഥിച്ചിട്ടും കിട്ടാതെ പോകുന്ന മക്കളുടെ വേദനയുണ്ട്. ഒത്തിരി പ്രാർത്ഥിച്ചു, കിട്ടിയില്ല, നിരാശ. കർത്താവെ, അങ്ങ് വിശ്വസ്തനാണ്. അങ്ങ് ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. അങ്ങനെയുള്ള വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. പ്രത്യാശ ഞങ്ങൾക്ക് നൽകണമേ, വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ, ശാന്തത ഞങ്ങൾക്ക് നൽകണമേ. എന്തു വന്നാലും കർത്താവെ, അങ്ങ് കൂടെ ഉണ്ടെന്നുള്ള ആ വലിയൊരു സാന്നിധ്യ ബോധ്യം അനുഭവവേദ്യമാക്കി ഞങ്ങൾക്ക് തരണം. അങ്ങ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ വിശ്വാസത്തിലും ബന്ധത്തിലും പ്രത്യാശയിലും കർത്താവെ, അങ്ങയിലുള്ള ശാന്തതയിലും ഞങ്ങൾ അങ്ങ് തന്നെ ഉറപ്പിക്കണമേ. ഞങ്ങൾക്ക് പറ്റണില്ല. ഞങ്ങളുടെ മക്കൾ ഒത്തിരി ഡിപ്രഷനിലാണ്, സ്ട്രെസ്സാണ്. പല മക്കളും മരുന്ന് കഴിക്കുന്നുണ്ട്, ഉറക്കില്ല. എന്തിനും ഏതിനും വളരെയേറെ സങ്കടം, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു, നിരാശപ്പെടുന്നു. ജീവിക്കണ്ട എന്ന് പോലും തീരുമാനിച്ച് സ്വയം നശിപ്പിക്കുന്ന മക്കള്, എപ്പോഴും നിരാശാജനകമായ ചിന്തകള്, സംസാരങ്ങള്, ഒന്നിനും പ്രത്യാശയില്ലാത്ത മക്കളായിട്ട് മാറിയിരിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങ് പറഞ്ഞില്ലേ, ശാന്തമാകുക, ഞാൻ നിന്റെ ദൈവമാണെന്ന് അറിയുക. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാന സന്നദ്ധിയില് കർത്താവിൽ പ്രത്യാശ വച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞില്ലേ, അമ്മയുടെ മടിയിൽ ശാന്തമായി കിടന്നുറങ്ങുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി. കർത്താവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ അവസ്ഥകളും, നമ്മുടെ എല്ലാ വേദനകളും, മക്കളെ ഓർത്തുള്ള നൊമ്പരങ്ങളെല്ലാം കർത്താവിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ശാന്തമായി കിടന്നുറങ്ങും, ഞാൻ എഴുന്നേൽക്കും, ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണെന്ന് പറഞ്ഞ സങ്കീർത്തകനെ പോലെ ശാന്തമാകുക. കർത്താവിനെ മേൽ ഏൽപ്പിച്ചു കൊടുക്ക്. നമ്മുടെ മക്കളെ, നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങളെ, ഈ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ മക്കളെ, നിങ്ങളുടെ അവസ്ഥകള്, നിങ്ങളുടെ തോൽവികള്, ഭാവിയെ കുറിച്ചുള്ള നിങ്ങളുടെ അസ്വസ്ഥതകള്, അനിശ്ചിതത്വങ്ങള് എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുക. നമുക്കറിയില്ല എന്താണ്, എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകണ്ടേ. നാളുകൾ പഠിച്ചിട്ടും എങ്ങും എത്തിയില്ല, തോറ്റ് പരാജയപ്പെട്ട് കിടക്കുന്നു, ജോലി നഷ്ടപ്പെട്ടു. ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോ അകപ്പാട് അന്ധകാരമാണ്. എന്നാൽ കർത്താവിനെല്ലാം അറിയാം. ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കും. മക്കളെ, നമ്മുടെ മക്കളെ
നമ്മുടെ അസ്വസ്ഥതകളെ, നമ്മുടെ ആകുലതകളെ, ശാന്തത നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ അവസ്ഥകള്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ശാന്തമാകുക. ഞാൻ നിന്റെ ദൈവമാണെന്ന് അറിയുക. ഈശോയെ, ആ ശാന്തത ഞങ്ങൾക്ക് നൽകണമേ. ആ ശാന്തതയിൽ അടിയുറപ്പിക്കാൻ ഞങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങളും കൃപകളും അങ്ങ് നൽകണമേ. ശക്തി നൽകണമേ. ശ്വാസവരം ഞങ്ങൾക്ക് നൽകണമേ. ശാന്തത ശീലമാക്കുവാനുള്ള ദൈവിക സാന്നിധ്യവും വിശ്വാസവും പ്രത്യാശയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. വിശുദ്ധമായ ശ്രദ്ധിക്കുകയാണ്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ജീവിതത്തില് പ്രത്യാശ നഷ്ടപ്പെട്ട്, ശാന്തത നഷ്ടപ്പെട്ട്, നിരാശയിൽപ്പെട്ട്, ഡിപ്രഷനിലായിട്ട് മരുന്ന് കഴിക്കുന്ന, അകപ്പാടെ ജീവിതത്തിൽ തന്നെ പിന്തിരിഞ്ഞ് ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ചിരിക്കുന്ന അനേക മക്കളുണ്ട്. പഠനം മുടക്കി മുറിയിൽ കഥകടച്ചിരിക്കുന്നു. ഉറക്കമില്ല, രാത്രി ഉറക്കമില്ല, പകൽ കിടന്നുറങ്ങുന്നു. എല്ലാം കൂടെ തകർന്നടിഞ്ഞു പോയ അനേക മക്കളുണ്ട്. ശാന്തത നഷ്ടപ്പെട്ട, പ്രത്യാശ നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി കർത്താവ് ഞങ്ങളുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അനുഗ്രഹം വാങ്ങിച്ച മക്കളെ, ആശീർവാദം സ്വീകരിച്ച മക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നിന്റെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അനേകം പേര് അച്ഛനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ഇങ്ങനെയുള്ള സങ്കടങ്ങളും വിഷമങ്ങളും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ വലിയ സങ്കടം. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ദേവാലയത്തിൽ പോയിട്ട്, ദിവ്യാനസന്നിധിയിൽ പോയിരുന്നിട്ട് ഈശോയോട് എല്ലാ കാര്യങ്ങളും പറയാം. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങാണ് ഞങ്ങളുടെ ശാന്തതയ്ക്കുള്ള കാരണം, അങ്ങ് ഇടപെടണമെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഈശോയോടൊന്ന് പറയണം കേട്ടോ. ഇതുപോലെ മക്കൾക്ക് വേണ്ടിയൊക്കെ ഹൃദയം നുറുങ്ങി നൊമ്പരപ്പെട്ട് കണ്ണീരൊഴുക്കിയൊക്കെ പ്രാർത്ഥിക്കേണ്ട മക്കളെ. ഒത്തിരി ഒരു പ്രത്യേക അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഫോൺ വിളിക്കുമ്പോൾ ഒത്തിരി പേര് വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് അറിയാലോ അച്ഛൻ്റെ കാര്യം, നമ്മൾ ഒരാളുള്ളൂ ഇതെല്ലാം കേൾക്കാനൊക്കെ. അത് നമുക്ക് സങ്കടമുണ്ട്. മാത്രമല്ല, ഇതിനുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വിടുക. ഫോൺ തന്നെ വിളിച്ചോടിന്നാൽ കുറേ പേര് വിളിക്കും. നിരന്തരമായ ഫോൺ കോളുകളാണ്. അത് നമുക്കൊരു ബുദ്ധിമുട്ടല്ല. എന്നാലും വാട്സപ്പിൽ നിങ്ങൾ വോയിസ് മെസ്സേജ് വിടുക. അത്യാവശ്യമുള്ളവർ ഫോണിൽ വിളിക്കാൻ വേണ്ടി മെസ്സേജ് വിടുക. അച്ഛനും നിങ്ങൾക്ക് മിക്കവാറും എല്ലാവർക്കും അച്ഛൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, എന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കളെ, ഈശോയോടൊപ്പം പ്രാർത്ഥിക്കണ്ടേ, ശുശ്രൂഷ ചെയ്യണ്ടേ. ഒത്തിരിയേറെ ക്ഷീണവും മടുപ്പും ഒക്കെ ഉണ്ട് അച്ഛന്. ഇന്നലെയാണെങ്കിൽ അച്ഛൻ്റെ നടുമിന്നിട്ട് എഴുന്നേറ്റ് പോലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇന്ന് ദിവ്യാനയാത്ര പോകേണ്ടതായിരുന്നു, പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്ന്. അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. ശുശ്രൂഷയിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ശാന്തത കർത്താവിലാണ്, പ്രത്യാശ കർത്താവിലാണ്. നമുക്ക് കർത്താവിൻ്റെ കൂടെ നിൽക്കാം. കർത്താവ് നമ്മളെ നയിക്കും. കർത്താവ് വിശ്വസിച്ചാൽ നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് കേട്ടോ. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. പ്രശ്നങ്ങളെ കർത്താവിനാൽ അതിജീവിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ, എനിക്കിടയാകട്ടെ, നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. എന്തിലും ഏതിലും നമ്മുടെ പ്രത്യാശ കർത്താവാണ്. ഇസ്രായേലേ, ഇന്നും എന്നേക്കും കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. വചനം മറക്കല്ലേ, കർത്താവിൽ ആശ്രയിക്കാം. വിശ്വസിക്കണം മക്കളെ. വിശ്വസിയായിരിക്കും. സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.